ഹായ് കൂട്ടുകാരെ, നമ്മൾ രാവിലെ എന്നും നമ്മുടെ ഫാമിലെത്തും. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയൊക്കെയാണ്. നമുക്ക് കുറേ വെണ്ടയ്ക്കയൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഇപ്പോൾ ഡെയിലി വിളവെടുപ്പിനുണ്ട് നമുക്ക് കേട്ടോ. വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, പച്ചമുളക്, കോവയ്ക്ക, പടവലങ്ങ, പാവയ്ക്ക, അങ്ങനെ ഒരുപാട് എല്ലാത്തിലെയും നമുക്ക് വിളവെടുക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് വെണ്ടയ്ക്ക വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ വിളവെടുത്തത് നമ്മുടെ സലാഡ് കുക്കുംബറാണ്. സലാഡ് കുക്കുംബർ നമുക്ക് ഡെയിലി കാണും. ഡെയിലി എന്നും നമുക്ക് സലാഡ് കുക്കുംബർ ഉണ്ട് വിളവെടുക്കാൻ. അത് നല്ലൊരു ക്വാണ്ടിറ്റി സലാഡ് കുക്കുംബർ വരും. നമുക്ക് അത് ഫീൽഡിൽ കുറേ പേര് വന്ന് വാങ്ങും, അല്ലെങ്കിൽ നമ്മളോട് ഓർഡർ തരും കുറച്ച് കസ്റ്റമേഴ്സ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബാലൻസ് പിന്നെയും കാണും സലാഡ് കുക്കുംബർ. അത് നമ്മൾ നമ്മുടെ എക്കോ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോരുന്നത്. നമുക്ക് എന്നും കിട്ടുന്ന സലാഡ് കുക്കുംബർ ഡെയിലി നന്നായിട്ട് നോക്കിയാൽ എന്നും സലാഡ് കുക്കുംബറിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് 2 ടൈപ്പ് സലാഡ് കുക്കുംബർ ഇപ്പോൾ ഉണ്ട്. ഒന്ന് ഗ്രീൻ കളറ്, ഒന്ന് സ്നോ വൈറ്റ്, രണ്ടും ഉണ്ട് കേട്ടോ. എനിക്ക് ഗ്രീൻ കളറിൻ്റെ കറക്റ്റ് പേരറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആ ഗ്രീൻ കളറ് പിടിച്ച് വരാൻ തുടങ്ങി. അത് ഞാൻ 2ാമത് വെച്ചതായിരുന്നു. ആദ്യമേ നമ്മൾ സ്നോ വൈറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. എനിക്ക് നല്ലതായിട്ട് തോന്നിയത് സ്നോ വൈറ്റ് തന്നെ കേട്ടോ. പിന്നെ നമുക്ക് കോവയ്ക്ക ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നല്ല കോവൽത്തുണ്ടായിരുന്നു. അതെനിക്ക് ഒരാൾ കൊണ്ടു തന്നെയാൽ ഒരുപാട് കായ്ക്കുന്നുണ്ട്. ഒരുപാട് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി കോവലയെന്നും നമുക്ക് വിളവെടുക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. എന്നും ഒരു ദിവസം പോലും ഇല്ലാതെ നമുക്ക് കോവയ്ക്ക പറിക്കാം. ഇന്ന് നമ്മൾ ചെറുതായിട്ട് കാണുന്ന കോവയ്ക്ക നാളെ നല്ല വലുപ്പത്തിൽ നിൽക്കുന്ന കാണും. ഇത് നല്ല ഉണ്ട കോവലാണ്. വലിയ നീളത്തിലുള്ള കോവലല്ല, പക്ഷെ നന്നായിട്ട് ഉണ്ട പോലെ നല്ല വലിപ്പത്തിലുണ്ടാകുന്ന കോവലാണ് കേട്ടോ. നമുക്ക് ഡെയിലി കിട്ടുന്നത് പയറാണ്. നമുക്ക് എല്ലാ ടൈപ്പ് പയറും ഉണ്ട്. ദീപിക മീറ്റർ പയറുണ്ട്, നോർമലി ഉള്ള പയറുണ്ട്, പിന്നെ നമുക്ക് വൈജയന്തി ഉണ്ട്, അങ്ങനെ കുറ്റിപ്പയറുകൾ, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള പയറുകളുണ്ട് കേട്ടോ. ഡെയിലി അതും നമുക്ക് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പയറൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വിളവെടുക്കാൻ പറ്റും കേട്ടോ. പുഴു എന്നൊരു ശല്യം മാത്രമേ ഉള്ളൂ. നമ്മളത് നോക്കി അതിനെ ഓരോന്നിനെയും ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നീറിനെ കയറ്റി വിടും, അല്ലെങ്കിൽ നമുക്ക് അതിനെ എടുത്ത് നമ്മൾ കൊന്നു കളയുക തന്നെ ചെയ്യണം പുഴുവിന്, അല്ലെങ്കിൽ മൊത്തം പുഴു കയറും. 1-2 എണ്ണം വരുമ്പോഴേ നമ്മളെടുത്ത് കളയണം. അതിനേക്കാളും വലിയ ശല്യം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ തത്തയുടെയാണ് കേട്ടോ. നമ്മൾ ഇന്നെല്ലാം നോക്കിയിട്ടിട്ട് പോകുന്ന പയറെല്ലാം ഒരു വിളവാകുമ്പോൾ തത്ത അതുപോലെ തന്നെ പയർ അവിടെ തന്നെ നിൽക്കുവേ. ഒരു കുഴപ്പം ആ പയറിന് വരില്ല. പക്ഷെ അതിനകത്ത് വിത്തെല്ലാം ഇരുന്ന് തിന്നിട്ട് പോകും. കണ്ടോ, ഈ മീറ്റർ പയറാണേ. എൻ്റെ നോക്കി എന്തുമാത്രം നീളമുണ്ടാകും നിങ്ങൾ കണ്ടോ. അത്രയും നീളത്തിലുള്ള പയറുകളാണ് പിടിക്കുന്നത്. അതിൻ്റെ പുറകിൽ ഞാനൊരു കിറ്റ് കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അത് ഞാൻ ഈ തത്തയെ പേടിച്ച് വിത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. തത്തയാണ് വലിയ ശല്യമാണ്. നമ്മൾ എപ്പോഴും വിത്തെടുക്കാൻ വേണ്ടി ഇടുന്നത് മൊത്തം തത്ത കൊണ്ടുപോവുക ചെയ്യുന്നത്. നമുക്ക് കണ്ടോ അന്ന് കിട്ടിയിട്ടുള്ള വിളവാണ്. നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് പയറ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തക്കാളി എല്ലാം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പഴുപ്പാവുമ്പോഴേ പിച്ചിയെടുക്കും. തക്കാളിക്കും വലിയ ശല്യമാണ് പുഴുവിൻ്റെ. നമ്മളിങ്ങനെ കറക്റ്റ് രീതിയിൽ വന്ന് നോക്കി അതിനെ എടുത്ത് കളയുന്നത് കൊണ്ടാണ് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് തക്കാളി കിട്ടുന്നത്. നിറച്ചും നമ്മുടെ തക്കാളി ചെടിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ നമുക്ക് തക്കാളി പിടിച്ചിട്ടുണ്ട്. ഒരുപാട് പിടിച്ചായിരുന്നു, ഒത്തിരി പിടിച്ചു. നമുക്ക് പിച്ചി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പടവലം നന്നായിട്ട് കായ്ച്ചായിരുന്നു. ഫുള്ള് നമ്മൾ ഒറ്റ തവണയായിട്ട് കുറേ അങ്ങ് പിച്ചി കഴിഞ്ഞ് അപ്പോൾ അടുത്ത കാ വീണ്ടും വരും. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് വീണ്ടും പിച്ചുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം അവിടുന്ന് തന്നെ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ ചിലവാകാത്തതുകൊണ്ടേ മാത്രമേ നമ്മൾ എക്കോ ഷോപ്പിൽ കൊണ്ടുപോകത്തുള്ളൂ. അല്ലാതെ എല്ലാം അവിടെ നിന്ന് പോകും. കാരണം അവിടെ അടുത്തുള്ള എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി സഹായിക്കാറുണ്ട്. അവർക്കെല്ലാം അത് ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെല്ലാം വാങ്ങും. പിന്നെ നമുക്കിപ്പം വഴുതനയുണ്ട്, ഒരുപാട് വഴുതന. നമ്മുടെ നീളം വഴുതനയാണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത്. കുറേ വഴുതന നമ്മൾ വേറെ പുതിയത് വെച്ചിട്ടുണ്ട്. പിന്നെ ബജ്ജിമുളക്, നന്നായിട്ട് ബജ്ജിമുളക് നമ്മുടേത് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതിയ കൃഷിക്കാഴ്ചകളുമായി വീണ്ടും വേഗം തിരികെ വരാം.